ഹായ് ഹലോ വെൽക്കം ടു നോർഡിക് നമസ്കാരം. അതെ, ഇന്നൊരു സാറ്റർഡേ ആണേ. ഞാൻ വീക്കെൻഡ്സിൽ മാത്രമേ വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ വല്ല സ്മൂത്തിയോ ബ്രെഡോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്ന് നമ്മുടെ റാഗിയുടെ പൊടി വെച്ച് റാഗി പുട്ടും അതുപോലെ വെള്ളക്കടലയില്ലേ ചന, അത് കറിയുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് സ്വീഡനിലും റാഗി ഫ്ലോർ കിട്ടുവേ, വില്ലിസിലൊക്കെ കിട്ടും. ഞാൻ ആ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ മില്ലറ്റ്. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടും സോൾട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ നല്ല തണുത്ത വെള്ളത്തിൽ നനച്ചെടുത്തു. അതിനുശേഷം ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിൽ അതാക്കി ആവിയേറ്റി എടുത്തു. 7 മിനിറ്റ്സ് ആവിയേറ്റിയാൽ മതിയായിരിക്കുമേ. ഇനി ഒരു സിമ്പിൾ കറി. നമുക്കിവിടെ വൈറ്റ് കടല ഓൾറെഡി ക്യാൻഡും കിട്ടും. ഇനി അല്ലെങ്കിൽ ഞാൻ ക്യാൻഡല്ലായിരുന്നു വാങ്ങിയിരുന്നത്. അപ്പോൾ എടുത്ത് തലേദിവസം വെള്ളത്തിലിട്ടു, ഒരു 5 വിസിലടിപ്പിച്ചു പ്രഷർ കുക്കറിൽ. ദെൻ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. അതിനുശേഷം കുറച്ച് സിമ്പിളായിട്ട് കറിവേപ്പിലയും കൂടെ എണ്ണയിലൊന്നിട്ട് പാൻ വെച്ച് വഴറ്റിയെടുത്തു. അതിനുശേഷം ഞാനൊരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഒഴിക്കുക ചെയ്തത്. ആ മിക്സ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ പറയാം. ഒരു 2 സ്പൂൺ കോക്കനട്ട്, ഒരു സ്പൂൺ ചില്ലി പൗഡർ നമ്മുടെ എരിവിനനുസരിച്ച്, അതിൻ്റെ പകുതി കൊറിയാൻഡർ പൗഡർ, കുറച്ച് ടെർമറിക് പൗഡർ, ഗാർലിക് പൗഡർ, പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഗരം മസാല. ഇത്രയും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തു. എണ്ണയൊന്നും ഒഴിക്കാതെ ഒരു പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചൂടാറുമ്പോഴത്തേനും നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്ത് അത് ആ പേസ്റ്റ് ഇതിലോട്ട് നമ്മളുടെ ഒണിയനിലോട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന വൈറ്റ് കടല ആഡ് ചെയ്തു. അതിനുശേഷം ഉപ്പൊക്കെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, ഒന്ന് തിളയ്ക്കാൻ അനുവദിച്ചു. നമ്മുടെ കറി റെഡിയായി. ഒരു ആഡംബരത്തിന് ഒരു പപ്പടം കൂടെ കാച്ചി. അതിനുശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു റാഗി പുട്ടും പിന്നെ നമ്മുടെ വൈറ്റ് കടലക്കറിയും കൂടെ പ്ലേറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മുടെ ഫിംഗർ മില്ലറ്റിൻ്റെ പൗഡർ കൊണ്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.